ലൈറ്റ് ഇല്ലാതെ എങ്ങനെ ലൈറ്റ് ചെയ്യാം? പ്രോഡക്റ്റ് വിഷ്വലൈസേഷൻ, ഒബ്ജക്റ്റ് റെൻഡർ പോലുള്ള സിറ്റുവേഷനിൽ വളരെ ഈസിയായി ഇതേപോലെ ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് നമുക്ക് ബ്ലെൻഡറിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ബ്ലെൻഡറിന്റെ ലൈറ്റ് ഒബ്ജക്റ്റുകളോ അല്ലെങ്കിൽ HDRI ലൈറ്റിംഗ് സെറ്റപ്പോ ഞാനിവിടെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ലൈറ്റിംഗ് സെറ്റപ്പ് എങ്ങനെ ഈസിയായി ചെയ്തെടുക്കാമെന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഹായ് ഹലോ നമസ്കാരം, ഞാൻ അസീം സാഹിബ്. വെൽക്കം ബാക്ക് ടു സാഹിബ് സൂൾ. റെൻഡർ ചെയ്യാനുള്ള സീൻ റെഡിയാണ്. റെൻഡർ ചെയ്യാനുള്ള ഒബ്ജക്റ്റ് ഇവിടെ കാണാം. അതേപോലെ തന്നെ റെൻഡർ ചെയ്യാനുള്ള ക്യാമറയും ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ യൂസർ ഇന്റർഫേസിനെ ഒന്ന് കസ്റ്റമൈസ് ചെയ്യുകയാണ്. അതായത് വ്യൂ പോർട്ടിനെ സ്പ്ലിറ്റ് ചെയ്ത് എനിക്ക് വേണ്ട രീതിയിലേക്ക് യൂസർ ഇന്റർഫേസിനെ ഞാനൊന്ന് കസ്റ്റമൈസ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് വ്യൂ പോർട്ടിന്റെ ഈ ഒരു കോർണറിലേക്ക് മൗസിന്റെ കഴ്സർ കൊണ്ടുവരുന്നു. കഴ്സർ ഒരു ക്രോസ് പോയിന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന സിറ്റുവേഷൻ അവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട രീതിയിലേക്ക് വ്യൂ പോർട്ടിനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനൊരു 3 സ്പ്ലിറ്റിംഗ് ആണ് ചെയ്യുന്നത്. 3 വ്യൂ പോർട്ട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഒരു ഭാഗത്തിനെ ഞാൻ ഷെയ്ഡർ എഡിറ്റർ ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു. ഈ ഭാഗത്ത് എനിക്ക് ഷെയ്ഡർ നെറ്റ്വർക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തിനെ ഞാൻ ക്യാമറ വ്യൂ ആയിട്ട്, നമ്മുടെ റെൻഡർ ചെയ്യേണ്ട ക്യാമറ വ്യൂ ആയിട്ട് സെറ്റ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ റെൻഡർ ചെയ്യേണ്ട ക്യാമറ വ്യൂവിൽ എനിക്ക് അതിന്റെ ഓവർലേസ് കാണേണ്ട ആവശ്യമില്ല. ഓവർലേസ് ഓഫ് ചെയ്യാം. അതേപോലെ തന്നെ ഗിസ്മോസ് കാണണമെന്നുണ്ടെങ്കിൽ ഗിസ്മോസിനെ നമുക്ക് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ അതിനെ റെൻഡർ വ്യൂവിലേക്കും ചേഞ്ച് ചെയ്യുക. ഈ ഒരു ഭാഗത്തിനെ ഞാൻ 3D വ്യൂ ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി പറയാൻ പോകുന്ന ഈ ഒരു ടെക്നിക്ക് ബ്ലെൻഡറിന്റെ സൈക്കിൾസിൽ മാത്രമാണ് വർക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ റെൻഡർ പ്രോപ്പർട്ടിയിലേക്ക് വന്നതിന് ശേഷം EBയിൽ നിന്ന് ഞാൻ സൈക്കിൾ ആയിട്ട് ചേഞ്ച് ചെയ്യുകയാണ്. അതേപോലെ തന്നെ GPU കമ്പ്യൂട്ടിംഗ് ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നോയ്സ് ത്രെഷോൾഡും മാക്സിമം സാമ്പിൾസും ഒക്കെ എനിക്ക് വേണ്ട രീതിയിലേക്ക് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് തിരിച്ച് നമ്മുടെ ഷെയ്ഡർ എഡിറ്ററിലേക്ക് വരാം. ഷെയ്ഡർ എഡിറ്ററിൽ ഞാൻ ഒബ്ജക്റ്റിന് പകരം വേൾഡ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ എൻവയോൺമെന്റിലാണ് ഞാൻ ലൈറ്റിംഗ് സെറ്റപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സാധാരണയായിട്ട് നിങ്ങൾക്കറിയാം HDRI ഇമേജസ് ഒക്കെ കണക്ട് ചെയ്യുക ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറിലേക്കാണ്. ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് കളറിലേക്ക് ഞാൻ ഇവിടെ കണക്ട് ചെയ്യുന്നത് ഒരു സ്കൈ ടെക്സ്ചറാണ്. സ്കൈ ടെക്സ്ചറിനെ നമുക്ക് കളറുമായിട്ട് കണക്ട് ചെയ്യാം. ഇവിടെ സ്കൈ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഞാൻ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറന്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. തൽക്കാലം നമുക്ക് ആ ട്രാൻസ്പെറൻസി ഒന്ന് ചേഞ്ച് ചെയ്യാം. ഫിലിം എന്ന് പറയുന്ന റെൻഡർ പ്രോപ്പർട്ടീസിൽ ഫിലിം എന്ന് പറയുന്ന ഭാഗത്ത് വരുമ്പോൾ ട്രാൻസ്പെറൻസി നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമുള്ള ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കും. അതായത് ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു സ്കൈ ടെക്സ്ചർ അപ്ലൈ ആയിട്ടുണ്ട്. ആ സ്കൈ ടെക്സ്ചറിൽ നിന്നുള്ള ലൈറ്റിംഗ് ഒബ്ജക്റ്റിലേക്ക് കിട്ടുന്നുമുണ്ട്. ഇനി എനിക്ക് സ്കൈ ടെക്സ്ചറിൽ സൺ ഡിസ്കിന്റെ ആവശ്യമില്ല, സൺലൈറ്റിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ സൺ ഡിസ്ക് ഓഫ് ചെയ്യാണ്. അതനുസരിച്ച് വ്യൂ പോർട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് സ്ട്രെങ്ത്തിലേക്ക് ഒരു വെറോണ ടെക്സ്ചർ ആഡ് ചെയ്യണം. സ്ട്രെങ്ത്തിലേക്ക് വെറോണ ടെക്സ്ചറിന്റെ ഡിസ്റ്റൻസ് കണക്ട് ചെയ്യുകയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ സ്കൈ ടെക്സ്ചറിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് സ്പോട്ട് കാണാനായിട്ട് സാധിക്കും. ആക്ച്വലി നമ്മുടെ ഈ ബ്ലാക്ക് സ്പോട്ടാണ് നമ്മുടെ ലൈറ്റ് എന്ന് പറയുന്നത്. ഈ ബ്ലാക്ക് സ്പോട്ടിനെ നമുക്ക് ഫ്ലിപ്പ് ചെയ്ത് നമ്മുടെ ലൈറ്റ് പോയിന്റ് ആക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു റാമ്പ് യൂസ് ചെയ്യാണ്. ഒരു കളർ റാമ്പ് യൂസ് ചെയ്യാം. കളർ റാമ്പിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്യാം. ബ്ലാക്ക് പോയിന്റിനെയും വൈറ്റ് പോയിന്റിനെയും ഞാനൊന്ന് ഫ്ലിപ്പ് ചെയ്യാണ്. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ലൈറ്റ് പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്തായിട്ട് കാണാം. ആ ലൈറ്റ് പോയിന്റിന്റെ സൈസ് നിങ്ങൾക്ക് ഈ ഒരു റാമ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഏകദേശം എനിക്ക് വേണ്ട രീതിയിലേക്ക് ആ ലൈറ്റ് പോയിന്റ്സ് ഞാൻ കറക്റ്റ് ചെയ്തു. നിങ്ങൾക്ക് ഇപ്പോൾ ഒബ്ജക്റ്റിൽ കാണാനായിട്ട് പറ്റും. ചെറിയൊരു ലൈറ്റ് പോയിന്റ്സിന്റെ ആ ഒരു ഫീല് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിനുശേഷം എനിക്ക് വേണ്ടത്, എനിക്ക് ലൈറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട്, ലൈറ്റിന്റെ സ്ട്രെങ്ത് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു മാപ്പ് റേഞ്ച് എന്ന് പറയുന്ന നോഡ് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ അടുത്തൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. മാപ്പ് റേഞ്ച് എന്നുള്ള നോഡ് ഞാനിവിടെ കണക്ട് ചെയ്യുകയാണ്. നമ്മുടെ കളർ റാമ്പിനും സ്ട്രെങ്തിനും ഇടയ്ക്കായിട്ട് കണക്ട് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. മാക്സിമം എന്ന് പറയുന്ന ഈ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ലൈറ്റ് ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നതായിട്ടും ഡിക്രീസ് ചെയ്യുന്നതായിട്ടും കാണാം. അപ്പം ലൈറ്റിനെ കൂടുതൽ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാക്സിമം എന്ന് പറയുന്ന ഒരു വാല്യൂയിലൂടെ ലൈറ്റിനെ ഇൻക്രീസ് ചെയ്യാനായിട്ടും ഡിക്രീസ് ചെയ്യാനായിട്ടും സാധിക്കും. അതേപോലെ തന്നെ ലൈറ്റിന്റെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം, ഞാനിവിടെ ഒരു ടെക്സ്ചർ കോർഡിനേറ്റ് നോഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ടെക്സ്ചർ കോർഡിനേറ്റ് നോഡിന്റെ ഒബ്ജക്റ്റ് എന്നുള്ള വാല്യൂ ഞാൻ വെറോണ ടെക്സ്ചറിന്റെ വെക്ടർ എന്ന് പറയുന്ന ഭാഗത്തേക്ക് കണക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ലൈറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് ലൈറ്റ് ഒബ്ജക്റ്റുകളോ ഇവിടെ ഇല്ലാത്ത സിറ്റുവേഷനിൽ നമുക്കൊരു എം ടി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ എം ടിയെ നമുക്കൊരു കൺട്രോൾ ഒബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനൊരു
എം ടി ക്രിയേറ്റ് ചെയ്യാണ്. ഏതെങ്കിലും ഒരു എം ടി ഷേപ്പ് ആയാൽ മതി. ഞാനിവിടെ ഒരു ക്യൂബ് ഷേപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, സെലക്ട് ചെയ്യാനായിട്ട് ഈസി ആകാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഈ ടെക്സ്ചർ കോർഡിനേറ്റിൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് ആ എം ടി നോഡിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ എം ടി ഇനി നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയോ സ്കെയിൽ ചെയ്യുകയോ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് റിപ്പോർട്ടിൽ കാണാനായിട്ട് സാധിക്കും. ലൈറ്റ് സെറ്റപ്പ് ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാം. ലൈറ്റ് ഡയറക്ഷനും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ലൈറ്റിന് ഓൾറെഡി ഒരു കളർ ഉണ്ടാവും, കാരണം നമ്മൾ സ്കൈ ടെക്സ്ചർ യൂസ് ചെയ്യുമ്പോൾ സ്കൈ ടെക്സ്ചറിന്റെ എവല്യൂഷനും അതേപോലെ തന്നെ റൊട്ടേഷനും ഒക്കെ അനുസരിച്ച് കളറിൽ വ്യത്യാസങ്ങൾ വരാം. ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു ഓറഞ്ചിഷ് അതുപോലെ തന്നെ ബ്ലൂഷ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലൈറ്റിംഗ് ടോൺ ഒക്കെ കിട്ടുന്നുണ്ട്. എനിക്ക് ആ ഒരു ലൈറ്റിംഗ് ടോൺ വേണ്ട, പ്യൂർ വൈറ്റ് ലൈറ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സ്കൈ ടെക്സ്ചറിൽ നിന്നും കളറിലേക്ക് പോകുന്ന ഭാഗത്തായിട്ട് ഒരു ഹ്യൂ സാച്ചുറേഷൻ നോഡ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഹ്യൂ സാച്ചുറേഷൻ വാല്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സാച്ചുറേഷൻ 0 ആക്കി മാറ്റാം. സാച്ചുറേഷൻ 0 ആക്കി മാറ്റിയാൽ പ്യൂർ വൈറ്റ് ലൈറ്റ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. ചില സിറ്റുവേഷനിൽ നമുക്ക് ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യേണ്ടി വരും. നേരെ ക്യാമറയിൽ നിന്ന് നോക്കുന്ന ഭാഗത്ത് ലൈറ്റിംഗ് കൂടുതലായി വരികയും ലൈറ്റ് കൂടുതൽ ഫ്ലാറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു ലൈറ്റ് ബ്ലോക്കർ ഒബ്ജക്റ്റ് വെച്ചിട്ട് ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഭാഗങ്ങളിൽ ലൈറ്റിനെ ബ്ലോക്ക് ചെയ്തിട്ട് ലൈറ്റിംഗ് കൂടുതൽ ബെറ്റർ ആക്കി മാറ്റാം. അപ്പോൾ ഇവിടെ ഞാനൊരു ലൈറ്റ് ബ്ലോക്കർ ഒബ്ജക്റ്റ് യൂസ് ചെയ്യണം. ലൈറ്റ് ബ്ലോക്കർ ഒബ്ജക്റ്റ് ആയിട്ട് ഞാനൊരു പ്ലെയിൻ ആണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു പ്ലെയിൻ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ പ്ലെയിൻ ഷേപ്പിനെ എനിക്ക് വേണ്ട രീതിയിലേക്ക് ഒന്ന് സ്കെയിൽ ചെയ്യാണ്. അതേപോലെ തന്നെ ഞാനിപ്പം ലൈറ്റ് ബ്ലോക്കർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ടിലാക്കിയിട്ടാണ് ഈ ലൈറ്റ് ബ്ലോക്കർ ഒബ്ജക്റ്റ് യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഷേപ്പിനെ വേണ്ട രീതിയിലേക്ക് ഒന്ന് എഡിറ്റ് ചെയ്യാം. ഞാൻ ഒബ്ജക്റ്റിന്റെ എഡ്ജസ് ഒന്ന് സെലക്ട് ചെയ്യണം. എഡ്ജസ് സെലക്ട് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് എക്സ്ട്രൂഡ് ചെയ്യുന്നു. എക്സ്ട്രൂഡ് ചെയ്ത ആ പോർഷനെ ഞാൻ സ്കെയിൽ ചെയ്യണം. നമ്മുടെ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു ലൈറ്റ് ബ്ലോക്കർ ഒബ്ജക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്താണോ ഷേപ്പ് അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ഈ ഒരു ഫേസിനെ നമുക്ക് ആവശ്യമില്ല, ആ ഫേസിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, അപ്പോൾ ഒരു ലൈറ്റ് ബ്ലോക്കർ ഒബ്ജക്റ്റ് വന്നു. ഈ ലൈറ്റ് ബ്ലോക്കർ ഒബ്ജക്റ്റിൽ നമ്മളൊരു മെറ്റീരിയൽ യൂസ് ചെയ്യേണ്ടതായിട്ട് വരാം. അല്ലെങ്കിൽ ഉള്ള മെറ്റീരിയൽ ഓൾറെഡി ഉണ്ടെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് അതിനെ ഒരു ലൈറ്റ് ബ്ലോക്കർ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആക്കി മാറ്റേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഷെയ്ഡർ എഡിറ്ററിലേക്ക് വരികയാണ്. ഇവിടെ ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിലേക്ക് തിരിച്ചു വരുന്നു. ഈ ഒബ്ജക്റ്റിലേക്ക് ഞാനൊരു ലൈറ്റ് ബ്ലോക്കർ ഒബ്ജക്റ്റിലേക്ക് ഞാനൊരു മെറ്റീരിയൽ ആഡ് ചെയ്യാണ്. ആ മെറ്റീരിയൽ ഔട്ട്പുട്ട് മാത്രം നമുക്ക് മതിയാകും. ഈ ഒരു ഷെയ്ഡർ നോഡ് നമുക്ക് ആവശ്യമില്ല. ഈ ഷെയ്ഡർ നോഡിനെ ഡിലീറ്റ് ചെയ്യാം. ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്ന ഒരു ബ്ലാക്ക് ഒബ്ജക്റ്റ് ആയിട്ട് ഒബ്ജക്റ്റ് മാറുകയും ചെയ്യും. ഓക്കെ, ഇനി വേണ്ടത് എനിക്ക് ക്യാമറയിൽ ആ ലൈറ്റ് ബ്ലോക്കർ ഒബ്ജക്റ്റ് കാണേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ലൈറ്റ് ബ്ലോക്കർ ഒബ്ജക്റ്റിന്റെ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിലേക്ക് വരിക. ഇവിടെ വിസിബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് റേ വിസിബിലിറ്റി ക്യാമറ ഓഫ് ചെയ്യുക. ക്യാമറയിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കില്ല. ഇനി നിങ്ങൾക്ക് ഗ്ലോസി റിഫ്ലക്ഷൻസിലോ ഡിഫ്യൂസിലോ എന്തെങ്കിലും ഈ കാര്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. ഗ്ലോസിനെസ്സിൽ ആ ഒബ്ജക്റ്റിനെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗ്ലോസിനെസ്സിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ട്രാൻസ്മിഷനിൽ ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഞാൻ ട്രാൻസ്മിഷൻ കാര്യങ്ങളൊന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. ഒരു കാര്യം കൂടെ, ട്രാൻസ്മിഷൻ ഒബ്ജക്റ്റുകൾ, അതായത് ഗ്ലാസ് പോലുള്ള ഒബ്ജക്റ്റുകൾ വരുമ്പോൾ ഈ ലൈറ്റിംഗ്, ഈ ഒരു സെറ്റപ്പിലുള്ള ലൈറ്റിംഗ് അത്ര നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധ്യത വളരെ കുറവാണ്. തിരിച്ച് വേൾഡിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ഈ ലൈറ്റ് ബ്ലോക്കർ ഒബ്ജക്റ്റിനെ നിങ്ങളുടെ ഒബ്ജക്റ്റുമായിട്ടുള്ള ഡിസ്റ്റൻസിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ലൈറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ലൈറ്റിനെ ഏത് രീതിയിലാണ് ലൈറ്റ് ബ്ലോക്കർ ഒബ്ജക്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യേണ്ടത് ആ രീതിയിൽ ലൈറ്റിനെ കൺട്രോൾ ചെയ്യാം. ലൈറ്റിനെ കുറച്ചുകൂടി ഒരു സ്ട്രെങ്ത് കൂട്ടി കുറച്ചുകൂടെ ഒരു ബെറ്റർ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വിസിബിൾ ആകുന്ന രീതിയിലേക്ക് ഒന്ന് തിരിച്ചു വരാം. വെറോണിക് ടെക്സ്ചറിന്റെ ഡീറ്റെയിൽ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ലൈറ്റ് പോയിന്റ്സിന്റെ ഷേപ്സിലും കാര്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ ഒരു പോയിന്റ് ചേഞ്ച് ചെയ്തു. ലൈറ്റ് കുറച്ചുകൂടെ ഒരു പോയിന്റഡ് ലൈറ്റായിട്ട് മാറിയിട്ടുണ്ട്. ലൈറ്റിന്റെ ഷേപ്പിന് കുറച്ചുകൂടെ ഒരു വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ആ ഷെയ്ഡിനനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൈറ്റിംഗ് ആകുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒരു റിം എഫക്റ്റ്, ആ ഒബ്ജക്റ്റിലുള്ള റിം ലൈറ്റിന്റെ എഫക്റ്റ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ലൈറ്റിന്റെ സ്ട്രെങ്ത് വളരെയധികം കുറഞ്ഞു എന്നുള്ളതാണ്. ലൈറ്റിന്റെ സ്ട്രെങ്ത് കൂട്ടാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു മാക്സിമം, അതായത് നമ്മുടെ മാപ്പ് റേഞ്ചിനകത്ത് ടു മാക്സിമം എന്ന് പറയുന്ന ഈ വാല്യൂവിനെ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാം. ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ ലൈറ്റ് ഇൻക്രീസ് ആകുന്നതായിട്ട് കാണാം. ഞാൻ ഒരു വാല്യൂ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ പല വാല്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുക.
വളരെ നല്ല രീതിയിലുള്ള ഒരു ലൈറ്റിംഗ് സെറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ റിഫ്ലക്ഷനിലൊക്കെ നോക്കുമ്പോൾ ആ ലൈറ്റ് ഷേപ്പ് കുറച്ചുകൂടെ ഒരു ഇറഗുലർ ആയിട്ടുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. കറക്റ്റ് സർക്കിൾ രീതിയിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഈ ഡീറ്റെയിൽ എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ഷേപ്പിനെ കുറച്ചുകൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതനുസരിച്ച് മാപ്പ് റേഞ്ചിൽ അതിന്റെ സ്ട്രെങ്ത് ടു മാക്സ് എന്ന് പറയുന്ന വാല്യൂ ലൈറ്റ് സ്ട്രെങ്ത് കൂട്ടാനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരാം. ഇനി ഇതിനോടൊപ്പം തന്നെ വേണമെങ്കിൽ ഒരു ഷാഡോ ക്യാപ്ചർ ആയിട്ടുള്ള അല്ലെങ്കിൽ താഴെ ഒരു ഷാഡോ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഷാഡോ ക്യാപ്ചർ ഒബ്ജക്റ്റ് ഒക്കെ യൂസ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു പ്ലെയിൻ ഒരു ബേസ് ആയിട്ട് യൂസ് ചെയ്യാണ്. ഒരു പ്ലെയിൻ ആണ് യൂസ് ചെയ്യുന്നത്. സ്കെയിലിംഗ് കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യാം. എനിക്ക് ഈ ഒരു പ്ലെയിൻ ആക്ച്വലി റെൻഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു ഷാഡോ കിട്ടാൻ വേണ്ടി ഒരു ഷാഡോ ക്യാച്ചർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്ലെയിനിന്റെ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിലേക്ക് വരിക. ഇവിടെ നിങ്ങൾക്ക് ഷാഡോ ക്യാച്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുക്കാം. ഷാഡോ ക്യാപ്ചർ ഓൺ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആ സെറ്റ് ചെയ്തിരിക്കുന്ന പ്ലെയിനിന്റെ റിഫ്ലക്ഷൻ നമ്മുടെ ഒബ്ജക്റ്റിലേക്ക് വരുന്നുണ്ട്. ആ റിഫ്ലക്ഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റേ വിസിബിലിറ്റിയിൽ ഗ്ലോസി എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുക്കാം. അതായത് റിഫ്ലക്ഷനിൽ ആ ഒബ്ജക്റ്റിനെ കിട്ടണ്ടെന്നുണ്ടെങ്കിൽ ഗ്ലോസി എന്ന ഓപ്ഷൻ യൂസ് ചെയ്യാം. ട്രാൻസ്പെറൻസിയിൽ അത് കിട്ടുന്നുണ്ടെങ്കിൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഓഫ് ചെയ്യുക. ലൈറ്റിംഗ് സെറ്റപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി റെൻഡർ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കളറോ കാര്യങ്ങളോ ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കളറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. കാരണം ഇവിടെ ഒരു ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ബാക്ക് ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഏരിയയിലേക്ക് എനിക്ക് ഒരു കളർ ആഡ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് കോമ്പോസിറ്റിംഗ് എന്ന് പറയുന്ന ടെക്നിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊരു ഇമേജ് ഔട്ട്പുട്ടായിട്ട് റെൻഡർ ചെയ്യണം. അത് റെൻഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 2 പാസസ് ആയിട്ടാണ് റെൻഡർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വ്യൂ ലെയർ പ്രോപ്പർട്ടിയിലേക്ക് വരിക. വ്യൂ ലെയർ പ്രോപ്പർട്ടിയിൽ ലൈറ്റ്സിനകത്ത് ഷാഡോ ക്യാച്ചറും കൂടെ ഓൺ ചെയ്ത് കൊടുക്കുക. ഷാഡോ ക്യാച്ചർ എന്ന് പറയുന്ന പാസ് മാത്രമാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് മറ്റ് പാസുകൾ യൂസ് ചെയ്യണമെങ്കിൽ മറ്റ് പാസുകളും യൂസ് ചെയ്യാം. അതിനുശേഷം റെൻഡറിലേക്ക് വരിക. റെൻഡർ ഇമേജ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുക. F12 എന്ന് പറയുന്ന ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ റെൻഡർ ഇമേജ് എന്നുള്ള ഓപ്ഷനിലൂടെ ഒരു സിംഗിൾ ഇമേജിനെ റെൻഡർ ചെയ്യുക. ഓക്കെ, നമ്മുടെ ഇമേജ് റെൻഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനുശേഷം നമുക്ക് നമ്മുടെ കോമ്പോസിറ്റിംഗ് എന്ന് പറയുന്ന ലേഔട്ടിലേക്ക് ചെല്ലാം. ഓക്കെ, നമ്മുടെ കോമ്പോസിഷനിലേക്ക് വരാം. കോമ്പോസിഷന്റെ ഇന്റർഫേസും നമുക്ക് വേണ്ട രീതിയിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ബാക്ക്ഡ്രോപ്പ് ഓഫ് ചെയ്യാണ്. കോമ്പോസിഷൻ ബാക്ക്ഡ്രോപ്പ് ഓഫ് ചെയ്യാണ്. ഞാൻ സെപ്പറേറ്റ് ഒരു വിൻഡോയിലാണ് കോമ്പോസിഷൻ ഔട്ട്പുട്ട് കാണാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ ഇമേജ് എഡിറ്റർ ലോഡ് ചെയ്യാണ്. ഇമേജ് എഡിറ്ററിൽ വ്യൂവർ നോഡ് യൂസ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് ഇമേജസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഷാഡോ ക്യാച്ചർ എന്ന് പറയുന്ന പാസും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഞാനിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്സ് എന്ന് പറയുന്ന നോഡാണ് യൂസ് ചെയ്യുന്നത്. കളർ മിക്സ് എന്ന് പറയുന്ന നോഡാണ് യൂസ് ചെയ്യുന്നത്. കളർ മിക്സിന്റെ ബിയിലേക്കാണ് എനിക്ക് ഇമേജിനെ കണക്ട് ചെയ്യേണ്ടത്. ബി. അതേപോലെ തന്നെ ഫാക്ടർ എന്ന് പറയുന്ന ഭാഗത്തേക്ക് നമ്മുടെ ആൽഫ ചാനലിനെയും കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിന്റെ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു എ എന്ന് പറയുന്ന ഭാഗത്തെ കളറിനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് കളർ ഏതാണോ വേണ്ടത് ആ രീതിയിലേക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഷാഡോ ക്യാച്ചർ സെപ്പറേറ്റ് ആയിട്ടൊരു പാസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഷാഡോ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കോംബ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതേപോലെ തന്നെ ഒരു കളർ മിക്സ് നോഡ് അല്ലെങ്കിൽ മൾട്ടിപ്ലൈ എന്ന് പറയുന്ന നോഡ് ചൂസ് ചെയ്യാം. ഞാൻ ഈ മിക്സ് നോഡിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാണ്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിനു ശേഷം ഈ മിക്സിനെ ഞാൻ മൾട്ടിപ്ലൈ എന്നുള്ള രീതിയിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. എയിലേക്ക് മിക്സിൽ നിന്നുള്ള ഔട്ടിനെ ഞാൻ യൂസ് ചെയ്യുന്നു. ബിയിലേക്ക് നമ്മുടെ ഷാഡോ ക്യാച്ചറിനെ കണക്ട് ചെയ്യുക. ഫാക്ടർ 1 ആക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും നമ്മുടെ ഔട്ട്പുട്ടിൽ ഇപ്പോൾ നമുക്ക് ഷാഡോയോട് കൂടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് കളറോട് കൂടിയിട്ട് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. റിസൾട്ട് കോമ്പോസിറ്റിലും കൂടെ കണക്ട് ചെയ്യുക. എന്നാലേ നിങ്ങൾ റെൻഡർ ചെയ്യുമ്പോൾ റെൻഡർ ഔട്ട്പുട്ടിൽ ഇത് പ്രോപ്പറായിട്ട് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ആ ഒരു ഇമേജിന് വേണ്ടി ചെയ്തിരിക്കുന്ന ലൈറ്റിംഗ് സെറ്റപ്പ്. ഈ ഒരു രീതിയിൽ ലൈറ്റിംഗ് സെറ്റപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഒബ്ജക്റ്റ് റെൻഡർ ചെയ്യുന്ന സിറ്റുവേഷൻ വളരെ ഈസി ആയിട്ട് ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു രീതിയിൽ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് കമന്റ് രൂപത്തിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തുടർച്ചയായിട്ട് ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.